ഹലോ, ഇത് കൃഷ്ണയുടെ ഫോണല്ല, അത് ആരാണിത്? ഞാൻ അവളുടെ ചേച്ചിയാ. നീ വേണമെങ്കിൽ അവളുടെ ഫോണിലേക്ക് വിളിക്കും. ശരി എന്നാ. എടി കൃഷ്ണേ, നീ എന്തിനാ നിന്റെ കൂട്ടുകാർക്ക് എന്റെ ഫോൺ നമ്പർ കൊടുക്കണേ? എന്തിനാ എന്റെ നമ്പർ കൊടുക്കണേ? ഞാൻ നമ്പർ ഒന്നും ആർക്കും കൊടുത്തിട്ടൊന്നുമില്ല. പിന്നെ നിന്റെ കൂട്ടുകാരി രേഷ്മ എന്നെ വിളിച്ചോ? അവള് വിളിച്ചായിരുന്നോ? ചിലപ്പോ കൊടുത്തിട്ടുണ്ടാവും. എന്റെ ഫോണേ അകത്ത് ചാർജ് ചെയ്യാൻ ഇട്ടേക്കുവാ. അപ്പൊ എന്നെ കിട്ടാത്തോണ്ട് ചേച്ചിനെ വിളിച്ചു. എന്റെ നമ്പർ ആർക്കും കൊടുക്കണ്ടാട്ടാ. ചേടാ, ഒരു കോളല്ലേ വന്നോളൂ, വേറൊന്നും വന്നില്ലല്ലോ ഇത്രയും കിടന്ന് ചാടാൻ. എനിക്കിഷ്ടല്ല നിന്റെ കൂട്ടുകാരെ എന്നെ വിളിക്കണമെന്നൊന്നും. പിന്നെ അതൊന്ന് വിളിച്ചതിന് ഇത്രയും കിടന്ന് ഇതാവുന്നത്. ഇനി മേലൊക്കെ എന്റെ ഫോൺ നമ്പർ ആർക്കും കൊടുക്കണ്ട. എന്ത് കഷ്ടം അത്. ഒന്നും കഴിക്കാൻ സമ്മതിക്കത്തില്ല. ഞാൻ പോവുക. ഇനി നിന്റെ കൂട്ടുകാരെ ആരെങ്കിലും എന്നെ വിളിക്കട്ടെ, അപ്പൊ ഞാൻ കാണിച്ചു തരാം. അവര് ചിലപ്പോ വിളിച്ചെന്നിരിക്കും. കൊറേ കാണിക്കാൻ. അതെ, ഇനിയും വിളിച്ചെന്നിരിക്കും. നീ ഫോണിൽ നിനക്ക് സ്വന്തമായിട്ട് ഫോണില്ലേ? എന്നെ വിളിച്ചാ കിട്ടാത്തോണ്ടല്ലേ ചേച്ചിയുടെ ഫോണിൽ വിളിച്ചത്. നീ ഞാൻ ഒരു വീട്ടിലല്ലേ, പിന്നെ നിന്നെ മാത്രം എന്താ വിളിച്ചാ കിട്ടാത്ത? നമ്മൾ രണ്ടുപേരും ഒരു വീട്ടിലായതുകൊണ്ടാ വിളിച്ചാ കിട്ടാത്തത് ചേച്ചിനെ വിളിച്ചത്. നമ്മൾ രണ്ടുപേരും ഒരു വീട്ടിൽ താമസിക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും എന്റെ കൂട്ടുകാരികൾക്ക് എന്നെ വിളിച്ചാ കിട്ടാത്തോണ്ട് അപ്പൊ എന്റെ ചേച്ചിനല്ലേ വിളിക്കുക. നിന്റെ കൂട്ടുകാരൊക്കെ തുരുതുരാ വിളിച്ചോണ്ടിരിക്കുക. ഭ്രാന്ത്. പോയേ അവരുടെ വിളിച്ച് പറയണം, എന്താ പറയാ, കൃഷ്ണ കുറച്ച് തിരക്കിലാണ്, ഫോൺ ചാർജ് ചെയ്യാൻ ഇട്ടേക്കുവാണ് എന്നൊക്കെ പറയണം. ഞാൻ എല്ലാവരോടും പറയാം, കൃഷ്ണ തിരക്കിലാണ്, അവള് ഫോൺ ചാർജ് ചെയ്യാട്ടേക്കാന്ന്. ഒരു ചേച്ചി വേണോ? വേണ്ട. നീ നേരത്തെ പറഞ്ഞേ കലിപ്പൊന്നും എന്റെ കണ്ണോട് തീർക്കരുത് കേട്ടോ. എന്നാ പിന്നെ അമ്മ അന്വേഷിച്ചോ. പൊന്നെ ഒരു തമാശ പറഞ്ഞതാ. ഒഴിക്കും അവനെ മിണ്ടാതിരിക്കും. നിന്നോട് പറയാനുള്ളത് പറഞ്ഞിട്ടേ ഞാൻ പോകുള്ളൂ പുഷ്പേ. നീ ഓടിക്കളിക്കൊന്നും വേണ്ട. നമ്മള് കൊറേ നേരമായല്ലോ പറയാനുണ്ട് എന്ന് പറയുന്നത്. എന്നാ പിന്നെ പറഞ്ഞു തീർക്ക്. അത് തന്നെ ഞാൻ പറയാൻ പോവില്ലേ. പറ. അമ്മയും കൂടെ കേട്ടോ. കേക്കാം. ഞാനും വേണുകൂട്ടനും കൂടെ ചേർന്ന് പുതിയൊരു ബിസിനസ് തുടങ്ങാൻ പോകും. ആണോടാ? എന്ത് ബിസിനസാ? അതൊക്കെ പറയാം. ഈ അത് കേട്ട് കഴിയുമ്പോ ഇവളുണ്ടല്ലോ ഞെട്ടിത്തരിക്കും. അതുപോലെ സ്വർണ്ണക്കട തുടങ്ങാനാണോടാ? സ്വർണ്ണക്കടയൊന്നും അല്ല, ചിട്ടി ബിസിനസ്. അവള് ഞെട്ടിയില്ലടാ. അവള് ഞെട്ടുകയൊന്നും വേണ്ട. എന്നെ തോൽപ്പിക്കാനായിരിക്കും അല്ലേ? അതേടി, നിന്നെ തോൽപ്പിക്കാൻ തന്നെ. നിന്നെ പൊട്ടി നിലം പരിശാക്കും. എന്നിട്ട് ഞങ്ങൾ കോടികൾ ഉണ്ടാക്കും. ഞാനൊരു കാര്യം പറയുന്നോണ്ട് ഒന്നും തോന്നരുത്. ഇത് നിങ്ങൾക്ക് പറ്റിയ പരിപാടിയല്ല, പ്രത്യേകിച്ച് ആ വേണുകുട്ടന്റെ കൂടെ. എന്താ വേണുകുട്ടൻ എന്താ കുഴപ്പം? ഞങ്ങൾ അന്തസ്സായിട്ട് ചെയ്യും. എടാ, അവക്ക് കുശുമ്പാടാ. അവിടെ ചിട്ടി പൊട്ടിപ്പോകുന്നുള്ള കുശുമ്പാ. പേടിയാ. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ സംഭവം ഒന്നല്ല ഇത്. ആൾക്കാരെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുള്ള കളിയാണ്. ഉത്തരവാദിത്തം വേണം. അത് നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ. എടി, എന്റെ മോൻ ഉത്തരവാദിത്തം ആരാണ് പറഞ്ഞത്? അമ്മ എന്തറിഞ്ഞിട്ട് അമ്മയെ സംസാരിക്കുന്നത്? ചിട്ടി വട്ടി എന്നെല്ലാം പറഞ്ഞിട്ട് പൈസ മേടിച്ച് കയ്യിൽ വെച്ച് ഇവർക്ക് വേറെ ആവശ്യം വരും വേണുകുട്ടനും. ഇനി നാട്ടുകാരെ ഇവിടെ വന്നിട്ട് തെറിയാവശ്യമൊക്കെ നടത്താനാ? നിന്റെ പരിപാടിയാണ്, ഞങ്ങൾ അത് ചെയ്യത്തില്ല. ഇല്ല, നിങ്ങൾ അതും ചെയ്യും, അതിന്റെ അപ്പുറവും ചെയ്യും. എന്തോ ആ മോനോട് പറ, മോനെ ഒഴിച്ചു തരൂ. എന്നോട് എന്തിനാ പറയുന്നത്? ഇപ്പൊ അല്ലേ മോന് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്? ഇച്ചിരി ഒഴിച്ചിട്ട് പോരി വേണേ. വേണം മോനോട് ഒഴിച്ചു തരാൻ പറയുന്നു. ഞാൻ ഒഴിച്ചു തരാമേ. ഒഴിച്ചോടാ മോനെ. അവളത് ഇതിനകത്ത് കുത്തി കയറ്റിയിട്ടുണ്ട്. ഇതിലേക്കാ ഇനി അടുത്തത്. എങ്ങനെ എന്ത് ധൈര്യത്തിലാ അമ്മ ഇരുന്ന് കൊടുത്തത്? കണ്ണല്ലേ ഇതിനെയൊക്കെ. ഒന്നാമത് അമ്മയുടെ ഒരു ചെവി കേൾക്കുന്നില്ലെന്നുള്ളത് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം. എടാ, അത് പണ്ട് പോയതാടാ. അല്ല, അമ്മേന്റെ ചിട്ടി ചേരുമല്ലോ അല്ലേ? ഞാൻ പുഷ്പയുടെ ചിട്ടിയിലുണ്ടല്ലോ. എനിക്കിനി വേറെ ചിട്ടിയൊന്നും വേണ്ട. കുഴപ്പമില്ല. അപ്പൊ മറ്റു ബന്ധുക്കളൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ച് അവരെ കൊണ്ടൊന്ന് ചേർപ്പിച്ചാ മതി. എന്നിട്ട് വേണം അവരെന്റെ ശത്രുക്കളെ കാണാൻ. നീ വേറെ വല്ലരെയൊക്കെ അന്വേഷിക്കും. ഇനിയും കണ്ണ് കാണിച്ചോണ്ട് വരുവേ മരുന്നൊഴിച്ചു തരാൻ പറഞ്ഞു കേട്ടാ. അന്നേരം ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടത്. ആവശ്യത്തിന് നമ്മളൊക്കെ വേണം. അവസാനം ചിട്ടി ചേരാൻ പറയുമ്പം സൗകര്യമില്ല, പേടിയാണെന്നല്ലേ. എന്നാ പുഴുങ്ങി തിന്നോ കേട്ടാ, കാണിച്ചു തരാം. അങ്ങനെ തന്നെയാ. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യണം, അല്ലാതെ ഇതുപോലെ സ്വാർത്ഥരാവരുത്. കണ്ണിന് ഇത്തിരി മരുന്നൊഴിച്ചാലാത്ത നന്ദിയില്ലാത്തവനെ. അത്രയൊക്കെ മതിയെന്നേ. ഒരു കണ്ണിൽ ഒഴിച്ചാൽ മതി. അത്രക്കുള്ള കാഴ്ചയൊക്കെ മതി. മനസ്സിലായോ മോന്റെ സ്വഭാവം? പൈസക്ക് വേണ്ടിയിട്ടാണ് പറ്റി നിൽക്കുന്നതെന്ന് മനസ്സിലായില്ലേ? ഞാൻ തന്നെ വേണം. നീ ഒരെണ്ണം ഒഴിച്ചു കൊടുത്തിട്ട് പോയില്ലേ? അതെ കുത്തും, സഹിച്ചോ.
കണ്ണുണ്ടോ അവിടെ കാണാൻ എന്തൊരു കാഴ്ച പറ്റുന്നുണ്ടോ? അടി കാണിക്കണേ. ഇപ്പൊ ഞാൻ ഉറ്റിച്ചാണെന്നാണോ പ്രശ്നം? നിങ്ങൾ രണ്ടും കൂടെ എന്നെ അങ്ങ് കൊല്ലങ്ങ. മനുഷ്യരോട് ഇതേ ഇത്തിരി സ്നേഹമൊക്കെ വേണം, ഇല്ലെങ്കിൽ ഇതുപോലെയാ. രണ്ടിനെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. ആ. ചേച്ചി ചേച്ചി എന്റെ ഒരു കൂട്ടുകാരി ചേച്ചിയുടെ ഫോണിലേക്ക് വിളിച്ചെന്ന് പറഞ്ഞോണ്ട് ചേച്ചിയുടെ കൂട്ടുകാരെ കൊണ്ട് എന്റെ ഫോണിൽ വിളിപ്പിക്കുവാണല്ലേ? ആഹാ, നിന്റെ ഒരു കൂട്ടുകാരി എന്നെ വിളിച്ചു എന്ന് ഞാൻ പരാതി പറഞ്ഞതിന്റെ പേരില് നീ നിന്റെ എല്ലാ കൂട്ടുകാരികളെ കൊണ്ട് എന്നെ വിളിപ്പിച്ചില്ലേ? ആ, അതെങ്ങനെ ശരിയാവുന്നേ? ചേച്ചി എനിക്കൊരു ഡൗട്ട്. ചേച്ചിക്ക് വരേണ്ട കോള് മൊത്തം എന്റെ ഫോണിലും എനിക്ക് വരേണ്ട കോള് മൊത്തം ചേച്ചിയുടെ ഫോണിലേക്ക് വരുന്നു തോന്നണല്ലേ? ശരിയാലോ? ആ, അതെങ്ങനെയാ? എന്തോ ഒരു പന്തികളുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യ്, ചേച്ചി എന്നെ ഇങ്ങോട്ട് വിളിക്ക്, എന്നിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം. ചേച്ചി വിളിച്ചതിന് ശേഷം. എൻഗേജ്ഡ് ആണല്ലോ. ആണോ? ആ, നീ ഒന്ന് വിളിച്ചു നോക്കിയേ. ഞാൻ വിളിച്ചു നോക്കട്ടെ. എൻഗേജ്ഡ്. എന്താണിത്? ആ, അപ്പനെ വന്നു. നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ കേട്ടു. അതിന് കാരണം എന്താ എനിക്കറിയാം. നിനക്ക് എന്താ അറിയാം? ചേച്ചിമാരുടെ ഫോണില്ലേ ആരോ ഹാക്ക് ചെയ്തിട്ടുണ്ട്. ആക്കോ? ആ, ഹാക്ക് ചെയ്തിട്ടുണ്ട്. കാരണം കൃഷ്ണ ചേച്ചിക്ക് വരുമ്പോ മധു ചേച്ചിക്കും അല്ല എന്ത് എന്ത്? കൃഷ്ണ ചേച്ചിക്ക് വരുമ്പോ മധു ചേച്ചിക്കും, മധു ചേച്ചിക്ക് വരുമ്പോ കൃഷ്ണ ചേച്ചിക്കും. ഓള് കൃഷ്ണ ചേച്ചിക്ക് വരുമ്പം മധു ചേച്ചിന്റെ ഫോണില് വരും. മധു ചേച്ചിന്റെ ഫോണിൽ ഒരു കോള് വന്നാ കൃഷ്ണ ചേച്ചിക്ക് വരും. നീ എന്താടാ പറയണേ? ആരോ ഹാക്ക് ചെയ്തിട്ടുണ്ട്. ആ, മനസ്സിലായി, ഹാക്കറിനെ എനിക്ക് മനസ്സിലായി. എന്തോ എന്താ നീ പറഞ്ഞത്? നിനക്ക് അറിയായിരുന്നു എന്നല്ലേ? നിനക്ക് ഈ ഹാക്കിങ്ങിനൊക്കെ പറ്റിയിട്ട് എങ്ങനെ അറിയുന്നേ? ഞാൻ അമ്മയുടെ ഫേസ്ബുക്കിൽ കണ്ടതാ. ഓ, ഫേസ്ബുക്കിൽ നിന്ന് കണ്ടതാട്ടോ. മുത്തങ്ങട് വന്നേ, വാ ഇവിടെ വാ. ഒരുണ്ട് ചേച്ചി ജസ്റ്റ് ഒന്ന് അവിടെ പോകും. ചേച്ചില്ല നീ. ചേച്ചിയല്ല മോനെ. എന്നെ പിടിക്കാനല്ലേ? നിക്കടാ.